നമസ്കാരം. റിലയൻസ് ഗ്രൂപ്പ് ചെയർമാൻ അനിൽ അംബാനിയുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിൽ ഇഡി റെയ്ഡ് നടത്തുകയാണ്. ഡൽഹി, മുംബൈ എന്നിവിടങ്ങളിലെ ഉൾപ്പെടെ വ്യാപക റെയ്ഡാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ടാണ് നടപടിയെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. CBI രജിസ്റ്റർ ചെയ്ത 2 FIRകളെ തുടർന്നാണ് ഈ അന്വേഷണം. ബാങ്കുകൾ, ഓഹരി ഉടമകൾ, നിക്ഷേപകർ, മറ്റു പൊതുസ്ഥാപനങ്ങൾ എന്നിവയെ വഞ്ചിച്ച് പൊതുജനങ്ങളുടെ പണം തട്ടിയെടുക്കാൻ പദ്ധതി ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയെന്നാണ് ഇഡിയുടെ പ്രാഥമിക കണ്ടെത്തൽ. 3000 കോടിയുടെ ലോൺ തട്ടിപ്പ് നടന്നുവെന്നാണ് പ്രധാന ആരോപണം. 35ലധികം സ്ഥലങ്ങളിൽ ഇഡി ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുകയും 50ലധികം കമ്പനികളുടെ രേഖകൾ പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ട്. കമ്പനിയുമായി 25ലധികം വ്യക്തികളെ ചോദ്യം ചെയ്യുകയും ചെയ്തു. യെസ് ബാങ്കിന്റെ മുൻ പ്രൊമോട്ടർമാർ ഉൾപ്പെടെ മുതിർന്ന ബാങ്ക് ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി നൽകിയെന്നും വലിയ തോതിലുള്ള ഈട് രഹിത വായ്പകൾ അനുവദിക്കാൻ സഹായിച്ചെന്നും ആരോപണമുണ്ട്. 2017നും 2019നും ഇടയിൽ റിലയൻസ് അനിൽ അംബാനി ഗ്രൂപ്പിന്റെ റാഗ കമ്പനികൾക്ക് യെസ് ബാങ്ക് ഏകദേശം 3000 കോടി രൂപയുടെ വായ്പകൾ നൽകിയതായി ഇഡി കണ്ടെത്തിയിട്ടുണ്ട്. വായ്പ അനുവദിക്കുന്നതിന് തൊട്ടുമുമ്പ് യെസ് ബാങ്ക് പ്രൊമോട്ടർമാരുടെ സ്വകാര്യ കമ്പനികളുമായി ബന്ധപ്പെട്ട് പണ ഇടപാടുകൾ നിയമവിരുദ്ധമായി ഒത്തുതീർപ്പ് നടന്നതായും ഇഡി കണ്ടെത്തി. വായ്പകൾ നൽകിയ കമ്പനികളുടെ ദുർബലമായ സാമ്പത്തിക രേഖകൾ, ഒന്നിലധികം കമ്പനികളിൽ ഒരേ ഡയറക്ടർമാരും അതോടൊപ്പം തന്നെ അവരുടെ വിലാസങ്ങൾ, വായ്പാ ഫയലുകളിൽ ആവശ്യ രേഖകളുടെ അഭാവം, ഷെൽ കമ്പനികളിലേക്ക് പണം വഴിതിരിച്ചുവിടൽ, ലോൺ എവർഗ്രീനിംഗ് തുടങ്ങിയ ക്രമക്കേടുകൾ അന്വേഷണത്തിൽ കണ്ടെത്തി. ഇതിലൂടെ യെസ് ബാങ്കിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥർക്കും പ്രൊമോട്ടർമാർക്കും വ്യക്തിഗത നേട്ടങ്ങൾ ലഭിച്ചതായും സംശയിക്കുന്നുണ്ട്. നാഷണൽ ഹൗസിംഗ് ബാങ്ക്, സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റി, ബാങ്ക് ഓഫ് ബറോഡ എന്നിവയും ഇഡിയുമായി കണ്ടെത്തലുകൾ പങ്കുവച്ചിട്ടുണ്ട്. റിലയൻസ് ഹോം ഫിനാൻസ് ലിമിറ്റഡിന്റെ കോർപ്പറേറ്റ് വായ്പ പോർട്ട്ഫോളിയോ 2017 മുതൽ 18 3742 കോടി രൂപയിൽ നിന്ന് 2018-19 ആയപ്പോൾ 8670 കോടി രൂപയെ വർദ്ധിച്ചതായി സെബിയുടെ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, റിലയൻസ് കമ്മ്യൂണിക്കേഷന്റെയും അനിൽ അംബാനിയുടെയും അക്കൗണ്ടുകൾ തട്ടിപ്പ് അക്കൗണ്ടുകളാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. 2020 നവംബറിൽ SBI ആർക്കോമിനെയും അംബാനിയെയും തട്ടിപ്പ് അക്കൗണ്ടുകളായി പ്രഖ്യാപിക്കുകയും 2021 ജനുവരി 5-ന് CBIയിൽ പരാതി നൽകുകയും ചെയ്തു. എന്നാൽ ജനുവരി 6-ന് ഡൽഹി ഹൈക്കോടതി സ്റ്റാറ്റസ് ക്വോ ഉത്തരവിട്ടതിനെ തുടർന്ന് പരാതി പിൻവലിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് തത്വമൈ TV.